ഭബ്ബബ്ബ നമ്മുടെ ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രം. വിനീത് ശ്രീനിവാസൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, ഒരു വില്ലൻ ടൈപ്പാണെന്നൊക്കെ പറയപ്പെടുന്നു. അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ഗോകുലം ഗോപാലനാണ്. ഭ്രാന്തുണ്ട്. സ്കെയില് ഭയങ്കര വലുതാണല്ലോ. ധ്യാൻ ജനപ്രിയ നായകൻ ദിലീപ്. ഓ, നമ്മുടെ ചാൻഡി മാസ്റ്റർ. ഓ, പുള്ളിക്കാരനാണ് ജാസിമാണ് അത് എഴുതിയിരിക്കുന്നത്. ജാസിം, ഷാൻ റഹ്മാൻ, ഫഹീം അത് റൈറ്ററാണ്. അത് പൊളിയായിരുന്നു. ധനഞ്ജയ് ശങ്കർ, ഗോകുലം ഗോപാലൻ. രഞ്ജൻ എബ്രഹാം. ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷേ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വരുന്നത്. സോ മാത്രമല്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഷാൻ റഹ്മാനുണ്ട്, രഞ്ജൻ എബ്രഹാം ഉണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ടിപ്പിക്കൽ ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ ഒരു ഇതുപോലാണ്. ബട്ട് ഇതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് ഈ സിനിമയെ പറ്റി. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയൊരു സിനിമയാണ്. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതിൻ്റെ പ്രൊമോഷൻ, ഇതിൻ്റേതായി വരുന്ന പല ന്യൂസുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപണ്ണെ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണെന്ന്. ടീസറിൽ അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒരു എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ നമുക്കറിയാം. ഇപ്പം റീസെൻ്റ്ലി വന്ന പ്രിൻസ് ആയിക്കോട്ടെ, അതിന് വന്ന നെഗറ്റിവിറ്റിക്ക് മുകളിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നൊരു സപ്പോർട്ട് കൊണ്ടാണ്. സോ ഇതുപോലൊരു നല്ല പടത്തിൽ അദ്ദേഹത്തിന് ഔട്ട് ആൻഡ് ഔട്ട് ദിലീപ് ഷോ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് വരുന്നതെങ്കിൽ ഈ പടം വേറെ ലെവലായിരിക്കും. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്, അദ്ദേഹം ഒരു കെമിയോ പോലാണ്, എക്സ്റ്റൻഡഡ് കെമിയോ. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെയും ഒരു കിടിലൻ ക്യാരക്ടറാണ് എന്നാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഗില്ലി സിനിമയിലെ വിജയ് അണ്ണൻ്റെ ഒരു വണ്ടിയുടെ നമ്പർ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഒരു വണ്ടി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതും എന്താണ് ജോണർ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് പരിപാടി മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തായാലും ഞാൻ ഈ ഒരു ടീസറിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ദിലീപ് വിനീത് ശ്രീനിവാസൻ സംഭവം, അല്ലെങ്കിൽ മാഡ്നസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആകട്ടെ. ടീസർ കൊള്ളാം, ഒരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞൊരു ടീസർ. വളരെ ഒരുപാട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി തന്നിട്ടില്ല. എൻ്റെ ജോണർ ഞാൻ ഓർത്ത് ഇതിൻ്റെ ഫസ്റ്റ് ഇത് വന്നപ്പോൾ അത് എന്തോ ഒരു സയൻസ് ഫിക്ഷൻ എന്തോ സെറ്റപ്പാണെന്നാണ്. പക്ഷേ ഈ ടീസറിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ടീസർ നല്ലതാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പടത്തിൽ. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.